ഉമ്മൻചാണ്ടിയുടെ പന്തം കൊളുത്തി ജാഥ, അതാണ് കഥയുടെ പേര്. അത് 1965-68 കാലഘട്ടത്തിലാണ്. ഉമ്മൻചാണ്ടി കോട്ടയത്ത് നിന്ന് എറണാകുളത്തെത്തി. അന്ന് AK ആൻ്റണിയും വയലാർ രവിയൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ട് വിലസുന്ന കാലമാണ്. അങ്ങനെ ഉമ്മൻചാണ്ടി വന്നിട്ട് അവിടെ ഒരു സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം, ഒരു പന്തം കൊളുത്തി പ്രതിഷേധത്തിന് നടത്തുന്നതായിട്ട് പ്രഖ്യാപനം നടത്തി. അങ്ങനെ അന്ന് കോൺഗ്രസ്സുകാരുടെയൊക്കെ ഒരു നേതാവായിട്ടുള്ള വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു, ജമാൽ മുഹമ്മദ്. ശിവരാമൻ റോഡിൽ താമസിക്കുന്ന കുട്ടി സാഹിബിൻ്റെ മകനാണ് ജമാൽ മുഹമ്മദ്. ജമാൽ മുഹമ്മദ് വലിയ മിടുക്കനും ക്യാമ്പനുമാണ്. ഇവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്ന ജമാലിനെ വിളിച്ച് പറഞ്ഞാൽ എത്ര ആളുകൾ വേണം സംഘടിപ്പിച്ചു കൊണ്ടുവരും, അങ്ങനത്തെ ഒരാളാണ്. അപ്പം ജമാൽ മുഹമ്മദിനോട് പറഞ്ഞ് ഈ പന്തമെല്ലാം ഒന്ന് ശരിയാക്കാൻ പറയും. അങ്ങനെ കുറേ പത്തലും മടിയൊക്കെ റെഡിയാക്കി അതിനകത്ത് തുണി ചുറ്റി അന്ന് ഈ ടയർ കത്തിക്കുന്ന പരിപാടിയില്ല, പന്തമൊക്കെ റെഡിയാക്കി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ലെനിൻ മൃഗത്തിനുണ്ട്. ലെനിൻ ഇവരുടെ എല്ലാം കൂട്ടത്തിലുള്ള വലിയ കോൺഗ്രസ് നേതാവാണ്. ലെനിൻ എന്ന് വെച്ചാൽ ഈ വയലാർ രവിയുടെ കല്യാണത്തിന് മേഴ്സി രവിയെ ചേർത്തലയിലെ കൊണ്ട് കൊടുത്ത ഒരാൾ ഈ ലെനിനാണ്. അപ്പോൾ അപ്പോൾ ലെനിൻ പറഞ്ഞ് ഓയിൽ ഞാൻ കൊണ്ടുവന്നുതരാമെന്ന്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഓയിൽ ഒരു വർക്ക്ഷോപ്പുണ്ട്. അവിടെ നിന്ന് ഓയിൽ ഇവനൊരു കന്നാസിൽ ഓയിലെല്ലാം റെഡിയാക്കി കൊണ്ട് അങ്ങനെ സന്ധ്യ കഴിഞ്ഞിട്ടാണ് പന്തം കൊളുത്തിയാത്. അങ്ങനെ ഉമ്മൻചാണ്ടി ചെറിയ പ്രസംഗമെല്ലാം നടത്തി എല്ലാവരും പന്തം ഈ ഓയിലിൽ മുക്കാൻ പറഞ്ഞു. പന്തം ഓയിലിൽ മുക്കി ഉമ്മൻചാണ്ടി ചെറിയൊരു പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് പന്തം തീ കൊടുക്കാൻ നോക്കിയിട്ട് പന്തം കത്തൂല, ഒരു പന്തവും കത്തുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക്ഷോപ്പിൻ്റെ ഇറയത്തിരുന്ന ഒരു ടാങ്ക്, ഒരു ഡ്രമ്മിൽ നിന്നാണ് ഇതെടുക്കുക വരിക. അതിനകത്ത് മഴ വന്ന് വെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു. ഈ വർക്ക്ഷോപ്പിൻ്റെ അകത്ത് ആരും ഓയിൽ സൂക്ഷിക്കാറില്ല. ഇത് ഉടനെ അവിടെ ബഹളമായി. ഇത് ആരും കണ്ടുപിടിച്ചത് ജമാൽ മുഹമ്മദിനും വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ ലെനിൻ ഓടി മാറി. പക്ഷെ പിന്നെ ആരോ പോയിട്ട് ഉടനെ MG റോഡിലൊരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ കൊണ്ടുവന്ന് കുത്തി ഇതിനകത്ത് പുതിയ നനഞ്ഞ പന്തമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് പുതിയ പന്തം കത്തിച്ച് പന്തം കൊളുത്ത് ജാഥ ബ്രോഡ്വേ വഴി പടിഞ്ഞാട്ട് തിരിഞ്ഞ് സീലോഡിൻ്റെ മുന്നിൽ കൂടെ ഷൺമുഖ റോട്ടിൽ കൂടെ കയറി തിരിച്ച് രാജേന്ദ്ര മൈതാനത്ത് വന്നു. രാജേന്ദ്ര മൈതാനത്ത് നിന്ന് തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിക്കുന്നു.